കമന്റ് സെക്ഷനിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കമന്റ് ഉണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഐദോസിന്റെ ഉമ്മ എവിടെ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഇതിൽ പറയുന്നില്ല. കാരണം അതിപ്പോൾ നീ രണ്ട് തരത്തിലുള്ള ആളുകൾ എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ജസ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ ശ്രമിക്കുക. എനിക്കിപ്പോൾ ഒരു 35,000 രൂപ ഫൈൻ കിട്ടി ഇവൻ വണ്ടി ഓടിച്ചിട്ട്. ഇവൻ്റെ പേരിലാണ് കേസ്. 25 വയസ്സ് വരെ ഇവന് ലൈസൻസ് എടുക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അതിനെ തടസ്സപ്പെടുത്തുന്നതിലും അതൊരു ഫാക്ടറാണ്. ഖുർആനൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ കൈ കൊടുത്ത്, അപ്പോൾ കുട്ടികളെ വെച്ചിട്ടാണ് ഖുർആൻ ഇതാക്കുന്നത്. പിന്നെ സ്മോക്ക് ചെയ്യണത്. കുട്ടിക്ക് ഉമ്മയില്ല, അതിനെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫല്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ഹായ്, ഹലോ, നമസ്കാരം. യൂട്യൂബിലെ 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സോടുകൂടി സക്സസ്ഫുള്ളി പോയിക്കൊണ്ടിരിക്കുന്ന, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന എല്ലാ വീഡിയോസും വൈറലായിട്ടുള്ള ഐദൂസും പപ്പയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ്. ഹലോ, ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഇതാരാ ഇരിക്കുന്നേ? വൈറൽ താരോ? പല്ലൊക്കെ ഒരാളുടെ പറഞ്ഞതാണ്. ആരാ പറിച്ചത്? ഒറ്റക്ക് പറഞ്ഞു പോയി. കഷ്ടായി പോയല്ലേ? ഞാൻ പറിച്ചു കളഞ്ഞോ? വേദന എടുത്തിട്ട് പറിച്ചാണോ അതോ ആരെങ്കിലും ഇടിച്ച് പറിച്ചാണോ? അല്ല, ഒറ്റക്ക്. ഭയങ്കര ധൈര്യം അല്ലേ? ശരിക്കുള്ള പേരെന്താ? ഐദീസിന്റെ ഫുള്ള് പേരെന്താ? അഹമ്മദ് കേട്ടി. ഓഹ്, വലിയ പേരാണ്. എത്രയിലാ പഠിക്കുന്നേ? 1A. 1A. ഏത് സ്കൂളില്? മജമാല ഇംഗ്ലീഷ് സ്കൂള്. എങ്ങനെയാ, നന്നായിട്ട് പഠിക്കോ? മിടുക്കനാണോ? പഠിക്കോ? സംശയമാണ്, എന്നാലും കുഴപ്പമില്ല അല്ലേ? മാർക്കൊക്കെ എത്ര കിട്ടാറുണ്ട്? ഇപ്പൊ എക്സാം ആണ്. ഓ, കൊച്ചു ടെൻഷനിലാണ്. മെഡൽ വാങ്ങിട്ടേ വരുള്ളൂ, സർപ്രൈസ് വേണമെന്നാ പറഞ്ഞു. ആണ്, ഓൾറെഡി എല്ലാം പറഞ്ഞു വെച്ചേക്ക. അതിലെന്ത് സർപ്രൈസ് ഉള്ളത്? വാങ്ങി വരാൻ നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ കൊച്ചിന്റെ പുറത്ത് ടെൻഷൻ അടിക്കണ്ട, അത്രേ ഉള്ളൂ. ഐദൂസിന്റെ പപ്പ ശരിക്കും പേരെന്താണ്? എന്റെ പേര് ഇംതിയാസ്. എന്ത് ബൈ പ്രൊഫഷണൽ എന്താ ചെയ്യുന്നത്? എനിക്ക് ഷോപ്പ് ഉണ്ട്, ഇലക്ട്രിക്കലിന്റെ. അങ്ങനെ പോകുന്നു. ഓക്കെ, ശരിക്കും ഐദൂസിന്റെ പപ്പ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അത് പിന്നെ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് പിന്നെ നമ്മളൊരു പേരിടണല്ലോ. അപ്പോൾ എൻ്റെ ഒരു പെങ്ങളെ മോനുണ്ട്, മൂത്തപ്പൻ്റെ മോളെ മോന്. അവനാണ് എന്നെ ഇതിലേക്ക് വന്നത്. ടിക്ടോക്കുള്ള സമയത്തൊക്കെ നമ്മൾ പിന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് ഇവനില്ല. പിന്നെ നമ്മളങ്ങനെ ചെയ്തു പോന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ ടിക്ടോക്ക് നിന്ന സമയത്ത് തന്നെ യൂട്യൂബ് തുടങ്ങി. അവര് നല്ല റീച്ചായി. ഇപ്പം 1 മില്യണും 2 മില്യണൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരാ. പക്ഷെ നമ്മളന്ന് ആ ടിക്ടോക്ക് പോയ ആ ഒരു മനോവിഷമം അതിലവിടെ ബ്രേക്ക് ചെയ്തു. പിന്നെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് റീല് പിന്നെ ഇൻസ്റ്റയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നല്ലാണ്ട് വലിയതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവനിങ്ങനെ ഈ പെങ്ങളെ മോൻ അവനിങ്ങനെ പറയും യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ ബാക്ക് കൂടും. എനിക്ക് ഈ കോപ്പി റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അതിൻ്റെ ബാക്കിലൊന്ന് പോകാനൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. അങ്ങനെ ഒരു സമയത്ത് ഞാൻ മണാലി ഒരു ട്രിപ്പ് പോയിരുന്നു ഞാൻ ഒറ്റയ്ക്ക്. അപ്പോൾ അവൻ പറഞ്ഞു, ഈ ഇപ്പോൾ പോണത് നല്ലൊരു സമയമാണ്, ഇപ്പോൾ ഈ ട്രിപ്പ് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്തോ, എന്നാൽ നമുക്ക് അതിലൂടെ അങ്ങ് തുടങ്ങാം. അപ്പോൾ എന്താ എന്നൊന്നും അറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി. എനിക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞു. അന്ന് എന്നെ കൊണ്ട് പറ്റില്ല എന്നിട്ട് ഞാനതന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്താ. പക്ഷെ ഇവനിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമ്മൾ ഏതായാലും മണാലി പോയി വന്നിട്ട് ഐദൂനെയും കൂട്ടിയിട്ട് നമുക്കൊരു പിന്നെ ചാനൽ തുടങ്ങാം, അതാവും ഒന്നുകൂടി നല്ലത്. അങ്ങനെ പോയി വന്നു. അപ്പോൾ അവനും ഇങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു ഓരോ പേരിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ പറഞ്ഞു, നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പേര് അതുപോലത്തെ ഉണ്ടാവരുത്. അപ്പം മറ്റേ ഏതെങ്കിലുമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വേറെ വന്നു കഴിഞ്ഞാലൊക്കെ ഇതാണ്. അപ്പോൾ നമ്മളെ പേര് വേറെ ആർക്കും ഉണ്ടാവാൻ പാടില്ല, അങ്ങനത്തെ ഒരു പേര് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഈ ബ്രോഡാഡി എന്നൊക്കെ ഇട്ട് നോക്കി. അപ്പോൾ അത് നോക്കുമ്പോൾ ഒരു ഫിലിം ഉണ്ടല്ലോ, അപ്പോൾ അത് സെർച്ച് ചെയ്യുമ്പോൾ നേരെ അതാ കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇരുന്നു അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഐദൂസ് പപ്പ എന്നുള്ളൊരു. അപ്പോൾ അത് ചൂസ് ചെയ്തു അത് ഇട്ടു. അപ്പം സക്സസ്ഫുള്ളി 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, ഐദൂസ് ആണോ നിങ്ങളുടെ ലക്കി ചാം? അതെ, കാരണം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ഏജിലാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് തിരിയണം എന്നുള്ള
ഇതാണ് സ്റ്റാർട്ടിങ്. അതിലേ നമ്മൾ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരുമ്പം ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. തുടക്കത്തിലൊക്കെ കുറച്ച് റിസ്ക് ചെയ്യുന്നു, കാരണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ചെറിയ കുട്ടിയല്ലേ, 6 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. എന്നാലും ഞാൻ എന്ത് പറഞ്ഞു കൊടുത്താലും അതിനെ സഹകരിച്ചിന്റെ കൂടെ ഞാൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കും. കാരണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കേൾക്കൂല, അപ്പോൾ ചൂടാവും. ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കരയുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ സോപ്പിട്ടിട്ട് കൊണ്ടുവരണം. കാരണം അത് എന്താ പറയാ, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവന് വീഡിയോ എടുക്കുന്ന സമയത്തേക്കാരൻ ചിലപ്പം പപ്പ ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ മൂത്രമൊഴിച്ചിട്ട് വരാമെന്ന് പറയും. പിന്നെ ഞാനത് പോയി വരുവോളം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഇപ്പോഴാണല്ലോ ഐദൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. ആളൊന്ന് പ്രസന്റ് ചെയ്തു ഇവിടെ, എന്നിട്ട് എവിടെയോ പോയി. എവിടെ പോയതായിരുന്നു ഇടയ്ക്ക്? ഒന്ന് പപ്പ വിളിച്ച് അപ്പൊ അങ്ങോട്ട് പോയി. പിന്നെ അടുക്കളയിൽ നിന്ന് ചൂടാൻ പോയി. പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ വെറുതെ കഴിക്കൂല. ഈ ഹെയർ കട്ട് ഒക്കെ ആരാ? ഭയങ്കര സ്റ്റൈലാണല്ലോ. വെട്ട പറയണ കൊറേ കാലായി വെട്ടണില്ല. പക്ഷെ ഇത് സ്റ്റൈലാ, കൊള്ളാ. ഇതാരിങ്ങനെ ചെയ്തു തന്നെ? ചെയ്തന്നല്ല, മുടി വളർന്ന. എല്ലാരും പറയും മുടി വെട്ടാന്, ഞാൻ പറയും മുടി വെട്ടണ്ട, അവിടെ നിക്കട്ടെ എന്നിട്ട് അങ്ങനെ പിടിച്ചു നിർത്തുക അല്ലേ, സ്റ്റൈലായിട്ട്. ഈ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോ ഈ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഞാൻ തന്നെ ചെയ്യുന്നത്. എവിടുന്ന് ഈ ഐഡിയാസ് ഒക്കെ? നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കും, ഓരോ സോങ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ഐഡിയാസ് ഇങ്ങനെ വരും. പിന്നെ ചിലതൊക്കെ ഞങ്ങളെ ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങളാവും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കണ്ടതാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമുക്ക് കിട്ടുന്നതാവാം. അപ്പൊ അത് നേരെ നമ്മളിങ്ങനെ നോക്കും, അതിൽ നമുക്ക് പറ്റിയതുകൊണ്ടോ. പിന്നെ എപ്പോഴും പപ്പാണ് ഉണ്ടാക്കില്ല, ഞാൻ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഓൻ പറഞ്ഞു തരും ഇടക്ക്. അവനിങ്ങനെ ഒരു കണ്ടന്റ് പറഞ്ഞു കൊടുക്കുന്നാല് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു കണ്ടന്റ് ഇപ്പൊ പറ്റൂല. ഇടക്കോൻ പറഞ്ഞു തരും. അതോട് പറയണോട്ടോ. ഉറക്കുന്നൊക്കെ ചിലപ്പോ എണീച്ചിട്ട് പറയും, പപ്പ നമുക്ക് ഇന്ന് ഈ വീഡിയോ എടുക്കട്ടോ എന്ന് പറഞ്ഞിട്ട് കണ്ടന്റ് പറഞ്ഞു തരും. യൂട്യൂബ് ഇങ്ങനെ കാണാറുണ്ട്. യൂട്യൂബ് കാണും. യൂട്യൂബ് ഫോണാണ് അധികവും. യൂട്യൂബില് അല്ലെങ്കിൽ പിന്നെ ഗെയിം, അതൊക്കെ തന്നെ. ഈ 6 വയസ്സുള്ളെന്ന് പറഞ്ഞു, ഇപ്പൊ 6 വയസ്സുള്ളൂ. ഇപ്പൊ 6 വയസ്സ് കഴിഞ്ഞു. ഓക്കെ, അതിന് മുന്നേ വീഡിയോസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഇവനിലേക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെയാണ് ഇവനെ പറഞ്ഞു മനസ്സിലാക്കി എടുക്കുന്നത്? എങ്ങനെയാണ് അത് എന്താണെന്നൊന്നും എനിക്കറിയാം. ഞാന് ഒരു കണ്ടനാ ഇത് പറയാ എന്നുള്ളൊരു, ഇവന് സംസാരത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ചില വാക്കുകളൊന്നും കിട്ടൂല. അപ്പൊ നമ്മളൊരു കണ്ടന്റ് നമ്മളിങ്ങനെ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ ചെയ്യാൻ നേരത്ത് നമ്മളൊരു ഡയലോഗ് നമ്മളെ മനസ്സിലുണ്ടാവും. നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തൊന്നുമില്ല, നമ്മൾ ആ സമയത്ത് ആ ഒരു സമയത്ത് എന്താണോ നമുക്ക് തോന്നുന്നത് അതാണ് അതിൽ വരിക. ചില സമയത്ത് ക്ലൈമാക്സ് പോലും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടല്ല, അത് ആ എടുത്തിങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് അങ്ങ് പോവുക. അപ്പോൾ ഇവനെ കൊണ്ട് ചിലപ്പം ഡയലോഗ് പറയിപ്പിക്കുമ്പോൾ ആ ഡയലോഗ് ചിലപ്പോൾ അവന് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ വേറൊരു ഇത് നമ്മൾ അവനെ കൊണ്ട് പറയിപ്പിക്കും, അവന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള. അത് കുഞ്ഞായതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അതിലൊരു സംസാരത്തിനൊരു ചെറിയ വേറെ ഇതുണ്ടായിരുന്നു, ഈ നാവ് കെട്ട് നിറങ്ങുന്ന സംഭവം. അപ്പൊ അതൊരു തെറാപ്പി ചെയ്താൽ മാറും എന്നാണ്. കുറച്ചൊക്കെ തെറാപ്പി ചെയ്തു, പിന്നെ അതിങ്ങനെ ശരിയായിക്കോളും. ഈ കമന്റ് സെക്ഷനിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കമന്റ് ഉണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും, ഐദൂസിന്റെ ഉമ്മ എവിടെ എന്നുള്ളത്. അത് സംഭവം എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലോങ് വീഡിയോ ചെയ്തിരുന്നത്. അതായത് കണ്ടന്റ് ആണെങ്കിലും അത് ലോങ് വീഡിയോ, ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ ചെയ്തു പോരുമ്പം വലിയ റീച്ചൊന്നുമില്ല. നമ്മൾ തുടങ്ങിയ സമയത്ത് ഒരു 1000-1500 വ്യൂസ് ഒക്കെ ഉണ്ടാവുള്ളൂ. മോണിറ്റൈസേഷൻ കൂടി ആയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മളാ ഒരു മടിയില്ലാണ്ട് വീഡിയോ നമ്മളങ്ങനെ ചെയ്തു പോയി. വൈഫാ വീഡിയോ എടുക്കുക ആ തുടക്കത്തിൽ. അപ്പോൾ അല്ലെങ്കിൽ ഇവൻ എടുക്കും, അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലായിരുന്നു നമ്മൾ തുടങ്ങിയത്. പിന്നെ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ യൂട്യൂബ് ഉള്ള അവർ പറഞ്ഞു ഷോർട്ട് ഇട്ട് കഴിഞ്ഞാൽ കയറുന്നതാണ്. ഷോർട്ട് ഇട്ട് കഴിഞ്ഞാലല്ല ഇത് ചെയ്യുക. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്ത വീഡിയോ തന്നെ കട്ട് ചെയ്തിട്ട് ഒരു 3-4 പാർട്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്തു. അതിൽ ഒന്ന് വൈഫ് മരിച്ചു, വൈഫില്ല എന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു. അത് ഇപ്പം ഈ കമൻറ്റിൽ ഉമ്മയില്ല. പിന്നെ ഇപ്പം ഞാൻ മിനിയാന്നൊരു വീഡിയോ ആ ഒരു കണ്ടന്റിൽ ചെയ്തു. അപ്പോൾ അതിനൊരു കമൻറ്റ് വന്നു, അതിനെല്ലാം ആദ്യം വന്ന കമൻറ്റാണ്, പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ള ഉമ്മാനെ ഇല്ലാന്ന് പറയരുത്, മരിച്ചു എന്നൊക്കെ പറയരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അവർക്ക് കൊടുത്ത മറുപടി എന്താ വെച്ച് കഴിഞ്ഞാല്, ജസ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മളിപ്പോ ഒരു ഫിലിം കാണുമ്പോൾ അതിൽ മരിച്ച ആള് അടുത്ത സിനിമയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ.
അത് അതിൻ്റെ അതിലും ഒരു ഞാനിപ്പോൾ ഈ ഉമ്മ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഇല്ലാത്ത ഒരുപാട് മക്കളുണ്ടാവും, ചെറിയ മക്കൾ. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഉണ്ട്, 2 മക്കളാണ്. എൻ്റെ വൈഫ് ഇപ്പോൾ ക്യാൻസർ വന്നിട്ട് മരിച്ചുപോയി. ഒന്ന് ഇവൻ്റെ സെയിം പ്രായമാണ്, 1 മാസത്തെ ഗ്യാപ്പ് ഇതേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ ഇല്ലാത്ത വിഷമത്തിൽ നിൽക്കുന്നവരാണ്. പക്ഷേ ഉമ്മ ഉണ്ടായിട്ടും ഉമ്മാനെ മൈൻഡ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അപ്പം രണ്ടും മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇത്. ഒരു മെസ്സേജ് ആണ് അപ്പൊ അത് ഈ ഉമ്മ ഇല്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഫീലാണ്. നമ്മളെ ഉമ്മ ഇല്ലെങ്കിൽ വീടിന്റെ അടുക്കള ഭാഗം അല്ലെങ്കിൽ വീട് ഉറങ്ങി, സത്യതാണ്. അപ്പോൾ ഒരു മെസ്സേജ് എന്നുള്ള രീതിയിലാണ് നമ്മളെ ചെയ്യുന്നത്. പക്ഷെ ഇവരിത് ഈ യൂട്യൂബിൽ നിന്നൊക്കെ എന്ത് കിട്ടും എന്നുള്ളത് ഇപ്പം എനിക്കറിയാം. നമ്മൾ ആദ്യമൊക്കെ യൂട്യൂബിൽ നിന്ന് ഭയങ്കര കിട്ടും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പം എന്ത് കിട്ടും എന്നുള്ളത് നമുക്കറിയാലോ. കമന്റിൽ വന്നിട്ട് യൂട്യൂബിൽ പൈസക്ക് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് പടച്ചോൻ കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകളാണ്. നമ്മൾ വീഡിയോസ് കാണുമ്പോൾ അമ്മയില്ല, ശരിക്കും അമ്മയില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ വീഡിയോ കണ്ടന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും അത് പ്രേക്ഷകരിലേക്ക് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആളില്ല എന്നുള്ളൊരു മെസ്സേജ് അല്ലേ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടല്ലേ ആളുകളിലേക്ക് കൊടുക്കുന്നത്. അപ്പം അത് നെഗറ്റീവ് കമന്റ് പറയുമ്പോൾ ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഞാനതിന് അവളെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം എൻ്റെ ബർത്ത്ഡേക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബർത്ത്ഡേൻ്റെ അന്ന് ഞാൻ ഉമ്മി ഇതാ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയിൽ കാണിച്ചു. പിന്നെ 2-3 വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് കമന്റിൽ ഞാൻ റിപ്ലൈ കൊടുത്തു, ഉമ്മ ഉണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അത് ഞാൻ ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫല്ല. ഓക്കെ, നമ്മൾ ശരിക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള മെസ്സേജുകൾ ചെറുതായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പം ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇവനും ഞങ്ങൾ തമ്മിലുള്ളൊരു ഹാപ്പിനെസ് അത്രേ ഞാൻ കാണുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിരിപ്പിക്കാൻ കഴിഞ്ഞാൽ എന്നുള്ളത് നമ്മൾ വീഡിയോ എന്തെങ്കിലും കാണുന്നുള്ളൂ. ഞാൻ കണ്ട കുറേ ഷോർട്ട് വീഡിയോസിൽ ശരിക്കും നമുക്കത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എവിടെയൊക്കെ ടച്ച് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പോൾ റിയൽ ലൈഫാണെന്ന് പറയുന്നു, ക്രിയേറ്റ് ചെയ്തതാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ആളുകളിലേക്ക് ഒരു ഭയങ്കര വിഷമം വരുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? അത് ഞാനത് പറയണോന്ന് എനിക്കറിയില്ല. ഞാൻ സംഭവം സാഡായിട്ടുള്ളൊരു സോങ് നമ്മൾ ഹെഡ്സെറ്റും വെച്ചിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ. അപ്പം നമുക്ക് ഓരോരുത്തരെ നമ്മളെ ഫീലിങ്സ് മറ്റുള്ളവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളിങ്ങനെ ആ ഒരു ഇതിലിരിക്കുമ്പോൾ നമുക്ക് ഓരോ തോട്ട് മനസ്സിൽ കയറി വരും. അപ്പം അത് ആരെങ്കിലും ഒരാൾ എന്തായാലും റിലേറ്റ് ചെയ്യാൻ നിൽക്കൂലല്ലോ. അങ്ങനെ അതിനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ശരിക്കും ഈ ഷോർട്ട് വീഡിയോസ് ക്ലിക്കായി തുടങ്ങിയപ്പോൾ ഇപ്പോൾ ആളുകളിലേക്ക് നിങ്ങൾ ഇറങ്ങി തുടങ്ങി. എങ്ങനെയുണ്ട് ആൾക്കാരുടെ ഒരു റെസ്പോൺസ് ഒക്കെ? എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങളും നല്ല ഒരു എവിടെ ചെന്നാലും ഭയങ്കര സ്നേഹമാണ്. ആര് ചെന്നാലും നമ്മളെ കൂട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ ചെന്നിട്ട് ഇവനെയാണ് എല്ലാവരും ചോദിക്കുക ഇത് എവിടെ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അധികം ഇവൻ പുറത്ത് ഉണ്ടാവില്ല. അധികം ഞാൻ പിന്നെ എപ്പോഴും പുറത്താണ് ഉണ്ടാവുക. പിന്നെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് ടൗണിലോ ഒക്കെ പോകും, പുറത്ത് പോകും എന്നല്ലാണ്ട് എന്തായാലും എല്ലാവരുടെ അടുത്തും നല്ല സന്തോഷമാണ്. എവിടെ ചെന്നാലും ഇടയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കും. അവരയച്ചിട്ട് പറയാ മോന് ഫുഡ് കഴിക്കണേ നിങ്ങളെ വീഡിയോ കാണണം. പിന്നെ ഇവന്റെ ഹെയർ സ്റ്റൈൽ പോലെ മുടി വെട്ടാൻ പറയും. ഇവന്റെ ഡ്രസ്സ് എവിടുന്ന വാങ്ങിച്ചത് അതുപോലത്തെ ഡ്രസ്സ് വേണമെന്ന് അറിയും. ചിലപ്പോൾ ഞാനും ഇവനുമായിട്ട് ഇതും പപ്പയായിട്ട് ചിലവർ വീട്ടിൽ നിന്ന് ആക്ട് ചെയ്യും. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇവനെ വിളിക്കണ പോലെ അല്ലെങ്കിൽ ഇവനെ വിളിക്കണ പോലെ വീഡിയോയിൽ വിളിക്കുന്ന പോലെ വിളിക്കും, ഇതു അല്ലെ പപ്പ എന്ന് പറഞ്ഞിട്ട്. അവർ വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്നെ പപ്പയും ഇതുമായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഐദന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? പപ്പ നോക്കുന്നുണ്ട്, പപ്പയ്ക്ക് വിഷമാവും. അതിന് മുമ്പ് വേഗം പറയും, ആരാ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടുത്തെ മൊത്തത്തിൽ? ഉണ്ട്, എന്നാലും ബെസ്റ്റ് ഫ്രണ്ട് ആരാ? മുകളിലൊക്കെ ഉണ്ട്. അപ്പൊ പപ്പയോ? പപ്പന്റെ ഫ്രണ്ട്സോടെ ഉണ്ടോ എനിക്കറിയില്ല. പപ്പയുടെ ഫ്രണ്ട്സ് ഉണ്ടോ? ബെസ്റ്റ് ഫ്രണ്ട് ആണോ എന്നോട് ചോദിച്ചു. പപ്പ ബെസ്റ്റ് ഫ്രണ്ട് ആണോ? ആണോ? ഓക്കെ. പപ്പ വീഡിയോ ഒക്കെ എടുക്കുമ്പോ എങ്ങനെയാ? വയലന്റ് ആവുമോ? വഴക്കൊക്കെ പറയും? പറയില്ല. ഡാഡി കൂളാണോ? ആണ്. ട്രിപ്പൊക്കെ കൊണ്ടുപോകും പപ്പ?
സൗദിയിലൊക്കെ പോയ വീഡിയോ ഉണ്ടല്ലോ, പറയ്. എന്താ ഒരു അത് വേറൊരു ട്രിപ്പല്ലേ? എവിടെ പോയാലും ട്രിപ്പ് ആണല്ലോ. ട്രിപ്പ് നേരെ ഇരിക്ക്. ട്രിപ്പൊക്കെ പോയിട്ട് ഇഷ്ടപ്പെട്ടോ? കപ്പയാണോ കൊണ്ടുപോകാറ്? ചിലവര് ഇങ്ങനെ കൊണ്ടുപോയി, ഇപ്പയും അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോവാ. ഇപ്പൊ അമ്മ നിറ എന്റെ ഉപ്പയുമ്മി. ഉപ്പയും ഉമ്മയൊക്കെയാണ് കൊണ്ടുപോകാറ് ആണല്ലേ. ഞങ്ങളിവിടെ എറണാകുളം പോയിരുന്നോ? നമുക്കൊരു ട്രിപ്പ് അടിക്കാം. ഇല്ല, ആരോടെ പുറത്തു പോകാൻ ഏറ്റവും ഇഷ്ടം? ആരുടെ കൂടെ പുറത്തു പോകാനായിട്ട്? എല്ലാരും കൂടിയിട്ട് പോവാനാണ്. പഠിച്ചു. ആരും പോവും. ആരടിച്ചാൽ. സ്കൂളിലൊക്കെ പോകുമ്പോ ഫ്രണ്ട്സ് പറയാറുണ്ടോ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന്? പറയോ ടീച്ചേഴ്സൊക്കെ? എന്താ പറയാ? സൂപ്പറാണ് വീഡിയോ, ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്തെന്ന് പറയും. ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുമോ? സെൽഫി ഒക്കെ എടുക്കാൻ? അങ്ങനെ സ്കൂളിൽ നിന്ന് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. സ്കൂളിൽ നിന്നില്ല, പുറത്തുനിന്ന് വരുമോ? ഒക്കെ ഇഷ്ടാ? സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല. വിളിച്ച പോവില്ല? ഈ പപ്പണി മാത്രമേ പോവുള്ളൂ. ഓ, പപ്പ ഉണ്ടെങ്കിലും പോവുള്ളൂ. അതിന് പപ്പ കൂട്ട് വേണം അല്ലേ? ആരാ ഇഷ്ടപ്പെട്ട നടനാരാ? അറിയില്ല. സിനിമയൊക്കെ കാണാറുണ്ടോ? ചെറിയ ചെറിയ ടൈം ഇങ്ങനെ. സിനിമ അങ്ങനെ കാണില്ല. അവനാകെ ഭീഷ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഭീഷ്മല്ല, മറ്റേ മമ്മൂട്ടിന്റെ മറ്റേ ഇതില്ലേ, ടർബോയോ? ടർബോ. ശരി ശരി. പെട്ടെന്ന് കിട്ടിയില്ല. അത് ഇവന് ഈ പിന്നെ യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട്, ഈ കാർട്ടൂൺ പോലുള്ള. അതില് ഒരു ടോക്ക് വന്നതാണ്. ടർബോ ആണ് മമ്മൂട്ടിന്റെ വണ്ടി, അതേപോലത്തെ എഞ്ചിൻ. അപ്പം പിന്നെ വന്നിട്ട് തുടങ്ങി ഇവന് ടർബോ കാണണം, മമ്മൂട്ടിനെ കാണണം. അങ്ങനെ പോയിട്ട് കണ്ടാണ്. അതായത് ആള് ഭയങ്കര ഒരു ഓഫ് റോഡ് പ്രേമിയാണ്. ചെറുതിലേ ഓഫ് റോഡ്. ഇപ്പം സൈക്കിളൊക്കെ എടുത്തിട്ട് ഇന്റർലോക്കിന്റെ കട്ട അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിമ്മ കൂടെ സ്റ്റണ്ട് ചെയ്യാ. പിന്നെ മഡില് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവൻ പറഞ്ഞു നാളെ ഒരു ജീപ്പ് വാങ്ങി, അപ്പൊ അതും കൊണ്ടുപോയി ഓഫ് റോഡ് കയറി. ആ വീഡിയോ ഇപ്പൊ നല്ല വൈറലാണ് ഇൻസ്റ്റയിലും ഒക്കെ. അപ്പോ അതൊക്കെയാണ് ഇവന്റെ ഒരു വണ്ടി പ്രാന്തനാണ്. എനിക്കിപ്പോ ഒരു 35,000 രൂപ ഫൈൻ കിട്ടി ഇവൻ വണ്ടി ഓടിച്ചിട്ട്, ഫോർച്യൂണർ ഓടിച്ചിട്ട്. അതായത് ജസ്റ്റ് ഒരു ക്രിയേഷനാണ്, ഉള്ളിൽ ഞാനുണ്ട്. അപ്പോൾ വീഡിയോ ഇവനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിന്റെ ബിഹൈൻഡ് സീൻസ് നമ്മൾ വീഡിയോയിൽ കാണിക്കൂലല്ലോ. അപ്പൊ ഇവൻ പോർച്ചിന്ന് വണ്ടി ഇറക്കി വരുന്ന ഒരു വീഡിയോ ആണ്. ഫോർച്യൂണർ കണ്ടു കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇറക്കിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഗേറ്റിങ്ങിൽ വരെ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പൊ അത് ഓടിച്ചു, ഞാനത് പോസ്റ്റ് ചെയ്തു. വീഡിയോ കുഴപ്പമില്ലാണ്ട് വൈറലായി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ പോയിരുന്നു, ഡൽഹി പോയ സമയത്ത് ഉപ്പ വിളിക്കുന്നുണ്ട്. പിന്നെ MVD വിളിച്ചിരുന്നു, ഇങ്ങനെ ഇപ്പം വണ്ടി ഓട്ടിയതിൻ്റെ പിന്നെ ഫൈൻ വന്നേക്കണ്, അപ്പോൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ MVD ഇവിടെ വന്നു, വീട്ടിൽ വന്നു. ഇവിടെ ഇരുന്ന് അവർ പിന്നെ സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ ഫോണിൽ എടുക്കുന്ന വീഡിയോ ആണ്, അപ്പം നമ്മളത് ബിഹൈൻഡ് സീൻസ് ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു നിന്നത് എടുത്തത് എങ്ങനെയാണെന്നുള്ളത്. അവർക്ക് മനസ്സിലായി. അന്ന് ഇവന് ഇവിടെ അല്ല, അവൻ്റെ ഉമ്മിൻ്റെ വീട്ടിലാണ്. അപ്പം ഇവനെ വിളിച്ച് ഇങ്ങോട്ട് ഇവിടെ തന്നെ 2 കിലോമീറ്ററേ ഉള്ളൂ. വിളിച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഞാൻ ചോദിച്ചു, ഇത്ര ചെറിയ പയ്യനാ ഫോർച്യൂണർ ഓടിക്കൂല നിങ്ങൾക്ക് അറിഞ്ഞൂടെ, കാലെത്തി കഴിഞ്ഞാൽ മുന്നോട്ട് കാണൂല. അപ്പോൾ ഓക്കെ, അവർക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, കാരണം വേറെയുള്ള കുട്ടികൾ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ സംഭവം ശരിയാണെന്നും പറഞ്ഞ് അങ്ങനെ ഇനി ആവർത്തിക്കരുതെന്നും പറഞ്ഞിട്ട് ഒരു വാണിംഗ് എന്നുള്ള രീതിയിൽ അവർ പോയപ്പം ഇവൻ്റെ ഒരു ആധാർ കാർഡ്, ഞങ്ങൾ ഇവിടെ വന്നു എന്നുള്ളതിന് വേണ്ടി ഇവൻ്റെ ആധാർ കാർഡ് ചോദിച്ചു, കൊടുത്തു. അങ്ങനെ പോയി. രാവിലെ വന്നവർ ഉച്ചക്ക് ആയപ്പോൾ ഉപ്പാക്ക് മെസ്സേജ് വന്നു, 10,000 ഫൈന് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവർ പറഞ്ഞു, നിങ്ങൾ ഫൈനൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിന്നെ വന്നാൽ മതി, വരുമ്പോൾ എൻഫോഴ്സ്മെൻറ്റിലൊന്ന് കയറിയാൽ മതി, ജസ്റ്റ് ഒന്ന്. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഫൈന് വന്നപ്പോൾ ഞാൻ ഇവരെ വിളിച്ചു. അപ്പോൾ നമുക്കൊരു സുഖമുള്ള സംസാരമല്ല സംസാരിച്ച്. പിന്നെ ഞാനത് അങ്ങനെ ഇതാക്കിയില്ല. അപ്പോൾ ഇപ്പോൾ ഇവർ വിളിച്ചിട്ട് ഒരു 2 മാസം മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു, ആ ക്യാഷ് നിങ്ങൾ അടക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ നമ്മളത് കോടതിയിലേക്ക് വിടുകയാണ്. അപ്പം ഞാൻ പോയിട്ട് ഞാൻ എൻഫോഴ്സ്മെൻറ്റിൽ പോയിട്ട് RTOനെ കണ്ടു. RTOനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇത് അടക്കാൻ പറ്റില്ലല്ലോ, ഇത് 10,000 അല്ല 35,000 ആണെന്ന് പറഞ്ഞു. അതായത് പിന്നെ ഫീ 0 എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അതിൽ കോടതിക്ക് ഫിക്സ് ചെയ്യുക എത്ര എമൗണ്ടാന്നുള്ളത്. അപ്പോൾ അവർ കോടതി 25,000 RTOൻ്റെ വക ഒരു 10,000. അങ്ങനെ 35,000 അവർ ഫൈൻ ഇട്ടു.
ഓ അല്ല, ഇവിടെ ഓൾറെഡി വന്നപ്പോ അവര് ക്ലിയർ ആണെന്ന് ക്ലിയർ ആണെന്ന് പറഞ്ഞതല്ലേ? പറഞ്ഞു പോയതാണ്. പിന്നീട് അവരോട് സംസാരിച്ചില്ലേ? അവരിപ്പോ ഒക്കെ മാറിപ്പോയില്ലേ. ഞാൻ അവിടെ പോയിട്ട് RTOന്റെ അടുത്ത് കാര്യം പറഞ്ഞു, അത് അവര് എൻറ്റർ ചെയ്തല്ലോ, എൻട്രി ചെയ്തതിന് മാറ്റാൻ പറ്റും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ പിന്നെ ഇവന്റെ പേരിലാണ് കേസ്. വയലേറ്റർ ഐദിൻ അഹമ്മദ് 6 വയസ്സില് കേസൊക്കെ. ഐദിൻ അഹമ്മദ്, പിന്നെ ഞാന്, പിന്നെ ഉപ്പ, ആ വണ്ടീന്റെ RC ഉപ്പാന്റെ പേരിലാണ്, അങ്ങനെ ഉപ്പാന്റെ പേരില് അങ്ങനെയാണ് ഇപ്പൊ ഉള്ളത്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ബിഎൻസിൻസ് ഇപ്പൊ കേസാവുകയാണെങ്കിൽ പിന്നെ ഞാനത് iCloud തപ്പിയെടുത്ത് കൊണ്ടുവരേണ്ടി വരും, കോടതിയിൽ അത് ഹാജരാക്കേണ്ടി വരും എന്ന് പറഞ്ഞു. നിലവിൽ ആ ഫൈൻ അടച്ചോ? ഇല്ല, അടക്കാൻ പറ്റില്ല. അതിനിപ്പോ അവര് ഇത് ചെയ്യണം, കോടതിയിൽ നിന്ന് അവര് സമൻസ് അയക്കണം. സമൻസ് അയച്ചാലേ അയക്കാൻ പറ്റും. എന്നിട്ട് കോടതിയിൽ നമുക്ക് ഇത്രയും ചെറിയ കുട്ടി 6 വയസ്സിൽ കുട്ടിയുടെ പേരിൽ ഒരു കേസ് എന്ന് പറഞ്ഞാൽ അത് ഭാവിനെ ബാധിക്കുന്ന 25 വയസ്സ് വരെ ഇവന് ലൈസൻസ് എടുക്കാൻ പറ്റൂല. ഓ, അവര് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ ചെയ്ത് ശരിയല്ല, എനിക്കിപ്പോ ഒരു 10,000 അടക്കുന്നതോട് ബുദ്ധിമുട്ടില്ലെന്നു അന്നേ. പക്ഷെ അത് അവർ അന്ന് അത്രയും സിമ്പിളാക്കി പറഞ്ഞതുകൊണ്ടാണ്. നമ്മളിപ്പോ ഒരു ഓഫീസർ വന്നിട്ട് നിങ്ങളെ കാറിന് 5 അല്ല 6 സീറ്റാണ് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കും. കാരണം എന്താ, അവർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്നവരല്ലേ. അപ്പൊ അവരന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ നമ്മളത് അത്ര മൈൻഡ് ചെയ്തില്ല. ഇവിടെ വന്ന പോലീസുകാരോട് നിങ്ങൾ പിന്നീട് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചില്ലേ? ഇല്ല, പിന്നെ എനിക്ക് അവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ആയതൊന്ന് വിഷമായോ പോലീസുകാരൊക്കെ വന്നപ്പോ? ഇല്ല, കൂള് ത്രില്ലോ. 1 വർഷം കഴിഞ്ഞപ്പോ ഇപ്പൊ യൂട്യൂബേഴ്സിനൊക്കെ ആണെങ്കിൽ ഒത്തിരി അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പം അതിനൊക്കെ ആദൂസിനെ കൊണ്ടുപോകുമ്പോ ആദൂസിന്റെ ഒരു ഇല്ല, അതിനെ കൊണ്ടുപോയിട്ടില്ല ഇതുവരെ കൊണ്ടുപോയിട്ടില്ലേ? ചോദിക്കാറില്ല ആൾക്കാർ? രണ്ട് പ്രോഗ്രാം കഴിഞ്ഞത് എറണാകുളത്ത് വെച്ചിട്ടാ. ആ സമയത്ത് ഇവനെ കൊണ്ടുപോയിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കാ പോയത്. പിന്നെ ഒരു പ്രോഗ്രാം ഇവിടെ കോഴിക്കോട് വെച്ചിട്ടായിരുന്നു, അപ്പൊ അതിനും കൊണ്ടുപോകാൻ പറ്റില്ല. അന്ന് എക്സാം എന്തോ ആയിരുന്നു സ്കൂളില്. ആള് ചോദിക്കില്ലേ ഞാനിവിടെ വന്നോട്ടെ എന്നൊക്കെ ചോദിക്കാറില്ലേ? ഓനിതപ്പോ ഈ ഇതൊക്കെ കാണുമ്പോ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട്. നേരത്തോട്ട് അഭിനയിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനത്തെ ഒരു മൈൻഡ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ ടിക്ടോക്ക് തുടങ്ങിയ സമയത്ത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇടും, അത്ര പെർഫെക്റ്റ് ഒന്നും ആവില്ല. പിന്നെ നമ്മൾ അവരെ ആ ഒരു ടിക്ടോക്കിലുള്ളവരെ ആയിട്ടും പരിചയപ്പെട്ട് പിന്നെ നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി. അവരെ കൂടെ കൂടിയപ്പോൾ പിന്നെ നമ്മള് പെട്ടെന്നാണ് ഇത് വന്നത്. അതായത് തുടങ്ങിയ സമയത്ത് 2-3 മാസം നമ്മൾ പതുക്കെ ഒരു 1000, 1200 അങ്ങനെ ആ സബ്സ്ക്രൈബേഴ്സായി ഇങ്ങനെ കയറി. പിന്നെ നമുക്കൊക്കെ ഒരു 3 ദിവസം കൊണ്ടൊക്കെയാണ് 1 lakh സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറുന്നത്. പെട്ടെന്ന് 1 million ആയി. എത്ര ലക്ഷത്തിനും ഇടയിലാണ് വരുമാനം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഇതിൽ പറയുന്നില്ല. കാരണം അതിപ്പോ നീ 2 തരത്തിലുള്ള ആളുകൾ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ പിന്നെ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഒരു സംശയം, ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എത്രയെങ്കിലും വരുമാനം ഷോർട്ട് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ വരുമാനം കുറവാണ്, റവന്യൂ കുറവാണ്. ലെങ്ത് വീഡിയോനേക്കാളും പിന്നെ ഒരുപാട് കുറവാണ്. നമ്മളിതിൽ വരുമാനം ആഗ്രഹിച്ചുകൊണ്ടല്ല വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു എന്റർടൈൻമെന്റ്, ഇവനൊരു ഹാപ്പിനെസ്. പിന്നെ നമുക്ക് അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മളൊരാളെ അറിയാം. ഇപ്പോൾ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒരു നാട്ടുമ്പുറമാണ്. ഇപ്പോൾ ഞങ്ങളെ നാട്ടിലത്തെ കുറച്ച് ഫ്രണ്ട്സ് ഞങ്ങൾ ഒരു ദിവസം ബാംഗ്ലൂർ പോയിട്ട് ഞങ്ങളിങ്ങനെ നടന്ന സമയത്ത് ഒരു 3-4 കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഐദൂസ് പാപ്പയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇവർ പിന്നെ ഇവിടെ വന്നിട്ട് പറയാൻ തുടങ്ങി, പിന്നെ അവിടെ ബാംഗ്ലൂർ പോയിട്ട് അവിടെയും ഒരാളുണ്ട്, ഫാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്താ പറയാ, നാട്ടില് ഫാമിലിയിലൊക്കെ തുടക്കത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എതിർപ്പെന്ന് വരും. പിന്നെ അവർക്കിത് ഒന്ന് യൂട്യൂബ് എന്താണെന്ന് അറിയില്ല, യൂട്യൂബിൽ വീഡിയോ ചെയ്താൽ എന്താണെന്നുള്ള അറിയില്ല. പിന്നെ നമുക്ക് ഫസ്റ്റ് വീഡിയോ ചെയ്തതിന് ശേഷം സിൽവർ ബട്ടൺ കിട്ടി. അത് നമുക്ക് കിട്ടി, ചുമരുമ വെച്ചു. അത് കഴിഞ്ഞ് അപ്പോഴും ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ എങ്കിലും ഈ സോഷ്യൽ മീഡിയ ആയിട്ടൊന്നും അത്ര ഒരു ഇതില്ലായിരുന്നു ആദ്യം. ഇപ്പം പിന്നെ ആള് പഠിച്ചു. അവരെ എപ്പോഴേലും വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കൂല. കാരണം ആ ഒരു ഇത് താല്പര്യമില്ല. ഉപ്പാക്കാണെങ്കിലും ഉമ്മാക്കാണെങ്കിലും ഒന്നും നിലവിൽ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മാത്രമല്ല അല്ലേ? സപ്പോർട്ട് വെച്ചാൽ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, തുടക്കത്തിലൊക്കെ നമ്മൾ ടിക്ടോക്കുള്ള സമയത്താണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും. ഇവനൊരു പിന്നെ സൈക്കിളിൽ അകത്തു കൂടെ ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ കയറി വരിക സമയത്ത് ഇപ്പോൾ സൈക്കിളിൽ അകത്തു കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ചിലപ്പോൾ ഇവനും ഓർമ്മ ഉണ്ടാവില്ല, ഉപ്പാക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഞാനത് അന്നിങ്ങനെ ഒരു ഇതിൽ വെച്ചാ. അപ്പോൾ ഇവന് പിന്നെ സൈക്കിൾ ഇങ്ങനെ അകത്തു കൂടെ വന്നിട്ട് മീൻകാർ പോണ പോലെ
കൂക്കിയിട്ട് അയില എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അകത്ത് കൂടെ പോവാ. അതിലിപ്പം എന്നോട് ചൂടായി, നല്ലോണം വീഡിയോ എടുത്ത് വീഡിയോയിൽ ഇതൊക്കെ ഇതാക്കി കൊടുത്തോ, പഠിച്ചും വേണ്ട ഒന്നും വേണ്ട, നാളെ മീൻ കച്ചവടം ചെയ്ത് നടന്നോട്ടെ എന്നും പറഞ്ഞിട്ട് അന്ന് ആ ഒരു ഇത് പറഞ്ഞ്. അപ്പം നമ്മൾ അത് അങ്ങനെ ആ ഒരു ഇതിലെടുത്തില്ല. കാരണം വീഡിയോ ആയിട്ട് നമ്മൾ ഇന്നും പോകും. അതിപ്പോൾ ആര് പറഞ്ഞാലും ഫാമിലിയിൽ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. നമ്മളങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ ചെയ്യുന്ന കണ്ടന്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഖുർആനൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ കൈ കൊടുത്ത്, അപ്പോൾ കുട്ടികളെ വെച്ചിട്ടാണ് ഖുർആൻ ഇതാക്കുന്നത്. പിന്നെ സ്മോക്ക് ചെയ്യണത്, ഞാൻ സ്മോക്ക് ചെയ്യില്ല, അപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എൻ്റെ താഴെയുള്ള കുട്ടികൾ ഇത് വലിക്കൂലേ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ആർക്കാണെങ്കിലും പിന്നെ നമ്മളെ മനസ്സാണ്. എൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് ഇപ്പം ഞാൻ പഠിച്ച സ്ഥലത്താണെങ്കിലും പിന്നെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാം ഉണ്ട്. ഡ്രിങ്ക്സ് ആണെങ്കിലും പിന്നെ ഇനി അല്ലാത്തതാണെങ്കിലും കഞ്ചാവാണെങ്കിലും ഒക്കെ നമുക്കത് വേണമെങ്കിൽ ചെയ്യാം. അതായത് ആരും അറിയൂല. നമ്മളിപ്പം പുറത്ത് പോയാൽ ഇപ്പം ഞാൻ എന്നും പോണ ആളാണ്. അപ്പം ഞാൻ അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ എറണാകുളത്താന്ന് പറഞ്ഞല്ലോ, എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടും. പക്ഷെ നമ്മളെ മനസ്സ് നമുക്കത് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യൂല. അപ്പം അത് ഒരാളത് കണ്ടിട്ട് നമ്മളിത് ചെയ്യും എന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് വേണമെങ്കിൽ എനിക്ക് ചെയ്യാം, എനിക്ക് വേണ്ടെങ്കിൽ എനിക്ക് ചെയ്യണ്ട, അത്രേ ഉള്ളൂ. ഈ ഖുറാന്റെ കാര്യം ചോദിച്ചുകൊണ്ട് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാം, എത്ര വയസ്സ് തൊട്ടാണ് കുട്ടികളുടെ ഖുറാൻ കൊടുക്കാം എന്നുള്ള രീതിയിൽ? കുട്ടികൾ 7 വയസ്സിന്റെ മേലോട്ടാണ് ഇത് പഠിച്ചു തുടങ്ങുക. അതായത് നിർബന്ധിപ്പിക്കേണ്ടതെന്നാണ് ഞങ്ങൾ ഇതിൽ പറയാം. നിസ്കരിക്കാനാണെങ്കിലും ഒക്കെ ആ ഒരു ഇതാണ്. പിന്നെ അതിൽ ഈ പ്രായം പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കാണുന്നവർ ക്ഷമിക്കണം. കാരണം അത് നമ്മളത്ര അറിവുള്ള ആളൊന്നും അല്ലല്ലോ. അപ്പോൾ കുട്ടികളെ കയ്യിൽ ഖുർആൻ കൊടുത്ത് കളിക്കണ്ട എന്നുള്ളൊരു, അതായത് ഞങ്ങൾക്ക് ഖുർആൻ തൊടണം എന്നുണ്ടെങ്കിൽ ഒളു കൊടുക്കണം. ഒളു ഉള്ളവർക്ക് മാത്രമേ ഖുർആൻ തൊടാൻ പറ്റുള്ളൂ. അത് പെണ്ണുങ്ങളാണെങ്കിൽ ഈ പീരീഡ്സിൻ്റെ സമയത്താണെങ്കിൽ എടുക്കാൻ പറ്റില്ല, നിസ്കരിക്കാനും പറ്റില്ല. അപ്പോൾ കുട്ടികളെ കയ്യിൽ അത് പാടില്ല എന്നുള്ളതൊക്കെയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാനിതൊരു കണ്ടന്റ് എന്നുള്ള രീതിയിലാണ്. അത് അല്ല, നമ്മുടെ കണ്ടന്റിലേക്ക് മതത്തിനെ കൊണ്ടുവരുമ്പോഴല്ലേ പ്രശ്നം വരുന്നുള്ളൂ. അല്ല, അത് അങ്ങനെ ഒരു മതം കൊണ്ടുവന്നതല്ല. അതായത് നമ്മൾ ഫുൾ ടൈം ഓരോരുത്തർക്കും ഓരോ മതം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഫുൾ ടൈം ഫോണിലാണ്. ഞാൻ അത് ഒഴിവാക്കിയിട്ട് കുറച്ചൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. അതായത് ഒരാൾ എന്തായാലും വൈകുന്നേരം ഒന്ന് ഖുർആൻ ഓതുക എന്നുള്ളതാണ്. അതത്രേ നമ്മൾ, ഞാൻ എൻ്റെ മതത്തെ വെച്ചിട്ട് കാണിച്ചു കൊടുത്തു. അപ്പം അത് വേറെ മതക്കാരാണെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാണ്ടാവുമല്ലോ. അപ്പം ഹിന്ദുസ് ആണെന്നുണ്ടെങ്കിൽ അവർ വിളക്ക് വെക്കും, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അത് അവർക്ക് അവരുടേതായ രീതിയിൽ എങ്ങനെയാണോ ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. ഒരു പക്ഷേ ഇതിപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റിന്ന് മാറി വേറൊരു മതത്തിന്റെ ഇത് കാണിച്ചാൽ വീണ്ടും അതും പ്രശ്നമാവില്ലേ? ആവും. അല്ല, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്ങനത്തെ സംഭവം ചെയ്തിട്ടില്ല ഇതുവരെ. ഒരു മതത്തിന്റെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടില്ല. ആകെ ഈ ഒരു ഖുർആൻ എന്നുള്ള രീതിയിൽ അങ്ങനെയല്ല വന്നത്. ജസ്റ്റ് ഞാനൊരു ആ സമയത്ത് തോന്നി, ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പം എന്താവും അതിന്റെ ക്ലൈമാക്സ് എന്ന് ഓർമ്മ ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. അതങ്ങനെ അതിലേക്ക് വന്നതാ. ചിലപ്പോൾ നിസ്കാരമാവും, ചിലപ്പോൾ ഇതാവും. നമ്മളൊരു ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് അങ്ങനെ പോവാന്നേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, മാന്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് നമ്മൾ ചെയ്യും. പറ്റൊരു വൾഗറായിട്ടുള്ളൊരു സംഭവം നമ്മൾ ഞാൻ ഒരു ഫാമിലി ആണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അധികവും. അപ്പം നമ്മൾ അവരെയും കൂടി കാണണമല്ലോ. എന്തായാലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എല്ലാത്തിനും രണ്ട് പക്ഷം ഉണ്ടെന്നുള്ളതാണ്. അല്ല, ഞാൻ ചെയ്ത വീഡിയോയില് നെഗറ്റീവ് വന്നെന്ന് വെച്ചാല് ഉമ്മല്ല എന്നുള്ള വീഡിയോ ചെയ്തു എന്നുള്ളത്. അതെ, അതാണ് നിങ്ങളെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനം. കുട്ടിക്ക് ഉമ്മയില്ല, അതിനെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം പ്രേക്ഷകരായിട്ട് പറയാണ്, 5 ദിവസത്തിന് ഉമ്മയുണ്ട്. ഇങ്ങോട്ട് വിളിച്ചാൽ വരുമോ? പ്രയാസാണ്, വരില്ല. അല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ ഫ്രഷ് ആയിട്ടുണ്ടാവില്ല. ആണ്, ഓക്കെ, വീട്ടുജോലിയിലാണ്. ആണല്ലേ, ഓക്കെ. എന്തായാലും 5 ദിവസത്തിന് ഉമ്മയുണ്ട്, ഞാൻ സാക്ഷി, ഞങ്ങള് സാക്ഷി. ഇവിടെ ആള് ഭയങ്കര ആക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യും. നമ്മളെ സബ്സ്ക്രൈബേഴ്സും സാക്ഷിയാണ്. ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ലെങ്ത് വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ട് ഷോർട്സിലും വന്നിട്ടുണ്ട്. അപ്പം ആൾക്ക് വീഡിയോയിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആളെ കൂടെ വെച്ച് ചെയ്തുകൂടെ വീഡിയോ? ഇല്ല, അതിന് 2 കാരണം ഉണ്ടാവും. ഒന്ന്, അവൾക്ക് വരാൻ താല്പര്യം ഇല്ല എന്നല്ല. ചില സമയത്ത് എൻ്റെ അടുത്ത് പറയും, ഞാൻ ചിലപ്പം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കുറച്ച് മാറിക്കെന്ന് പറയും. അപ്പോൾ പറയും, ഇത് ഞാനതിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നും വരാനല്ലോ, എൻ്റെ ഒരു ഭാഗം കണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നും വരാനില്ല എന്ന് പറയും. അങ്ങോട്ട് നിന്നോന്ന് പറയുമ്പോൾ
അതായത് ഫുൾ ഫോക്കസിൽ വരില്ല. ആ അതായത് ചില ഭാഗങ്ങൾ കണ്ടു എന്ന് വിചാരിച്ചിട്ട് അത് ഉണ്ടല്ലോ നമ്മളെ പറ്റ മാറ്റി നിർത്തണ്ട എന്നുള്ളൊരു ഇത് പറഞ്ഞതാണ്. പിന്നെ ഇനിയിപ്പോൾ ഇവർക്ക് ഉപ്പാക്കും എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, പഴയ ആൾക്കാരാ, മനസ്സിലായി. അപ്പോൾ എങ്ങനെയാന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ നമ്മളൊരു പരീക്ഷണത്തിന് തയ്യാറാവണ്ടെന്ന് വെച്ചിട്ടാണ്. വേറൊരു കാര്യം ഓപ്പണായിട്ട് ചോദിക്കുന്നുണ്ട്, ഒന്നും തോന്നില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അതിനെ തടസ്സപ്പെടുത്തുന്നതിലും മതം ഒരു ഫാക്ടറാണോ നിങ്ങളുടെ ലൈഫിൽ? തടസ്സപ്പെടുത്തുന്ന വെച്ചാൽ നമ്മളെ മതം നോക്കിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾക്കത് തടസ്സമായിട്ട് തോന്നില്ല. കാരണം നമ്മളെ മതമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോണത്, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അപ്പം അത് നമ്മളെ മതം കൊണ്ട് നമ്മളാരെയും വിഷമിപ്പിക്കണമില്ല. ഞങ്ങളെ ഖുർആനിൽ തന്നെ അത് പഠിപ്പിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മതം, മറ്റവർക്ക് മറ്റേ മതം. അപ്പം അതിൽ നമ്മളാരെയും അവഹേളിക്കാനോ അല്ലെങ്കിൽ അവരെ ഇതാക്കാനോ നമ്മൾ പോകില്ല. നമ്മളെ മതമായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മറ്റു മതക്കാരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ളൊരു സംഭവം ചെയ്യൂല, ചെയ്യാനും പാടില്ല. നിങ്ങൾ ഇതിൽ ഹാപ്പിയാണ്? ഹാപ്പിയാണ്. ഓക്കെ. 5 ദിവസം ഇരുന്ന് ബോറടിച്ചിട്ടാ കുരുത്തക്കേടെയാണ്. എനിക്കൊരു പാട്ട് പാടിത്തരൂ. വീഡിയോസിലൊക്കെ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരാളാണല്ലോ, ഒരു പാട്ട് പാടി കേൾപ്പിക്കോ? പാട്ടും പാടും, പക്ഷെ ഓനിപ്പോൾ ഏതാന്നുള്ളത് ആണ് ഏതെങ്കിലും. എനിക്ക് ആദ്യത്തിൽ അറിയാവുന്ന പാട്ടുകൾ എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തേനെ. പാടി കൊടുത്തതാ. പാട്, അതാണല്ലോ ട്രെൻഡിങ് പാട്ട്. ചില സമയത്ത് ഭയങ്കര നാണാ. ഇങ്ങനെ ഇവിടെ വന്നിരുന്നു ചോദിക്കും, ഇവിടെ വന്നിരുന്നോ പാടി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡാബ്സിന്റെ പാട്ട് പാടി കൊടുക്കുന്നു. ഡബ്സയുടെ ഫാനാണോ? ഈ മറ്റേ ഈ കുറുമ്പത്തരൊക്കെ ഉണ്ടോ വീഡിയോസ് എടുക്കുന്ന സമയത്ത്? പിണങ്ങി പോക്കലൊക്കെ ഉണ്ടോ? ഉണ്ട്. പിണങ്ങി പോകലുണ്ട്. എന്തിനു പിണങ്ങി പോകുന്നേ? വീഡിയോയില് ചിലപ്പോ ഞാൻ ചെവിക്കൂടി, ഇപ്പൊ ലാസ്റ്റ് ഒരു വീഡിയോയില് ഞാൻ വെറുതെ ചെവിക്ക് പിടിച്ച്, അപ്പൊ പോയിട്ട് ചെവിക്ക് പിടിച്ച് അങ്ങനെ പറഞ്ഞേ. അപ്പൊ ഞാൻ വീഡിയോയില് പോയതാന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ അവനെ വിളിച്ചിട്ട് കാണാനില്ല. ഇവിടെ വന്നിട്ട് ഭയങ്കര കരച്ചില്, എനിക്ക് പിന്നെ ചെവിക്ക് പിടിച്ചില്ലെന്ന് വെച്ചിട്ടില്ലേ, വരൂലെന്നൊക്കെ. പക്ഷെ അവന് വിളിച്ചാ പെട്ടെന്ന് വരും. പിന്നെ ഞങ്ങളെ കഴിഞ്ഞിട്ട് കടയിൽ പോകും അല്ലേ. എങ്ങനെയാ കോംപ്രമൈസ് ചെയ്യുന്നത് നിങ്ങൾ? കടയിൽ പോവും, എന്നിട്ട് ഒരു ഡയറി മിൽക്ക് വാങ്ങി കൊടുക്കും, അല്ലെങ്കിൽ ലേസ് വാങ്ങി കൊടുക്കും. ലേസ് ഇപ്പൊ തിന്നില്ല. എത്ര പല്ല പോയത്? 3 പല്ല് പോയി. ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഏതാ? പാട്ട് പാടിത്തരുവാണ്, ഡയറി മിൽക്ക് വാങ്ങിത്തരും. പാടി ബാ, ഇനി പോരും, ഇവിടെ ഇരിക്കും. അവിടെ പോയിട്ട് പാടിക്കൊടുക്കും. ഇനി പാടും. നാടിന്റെ മകനെ പൊന്മകനെ മുത്തായവനെ നിന്ന് സൂരി ചന്തേല മുന്നായവന് കാലം കത്തി വെച്ചേരശന്നറി സിംഹനെ കണ്ണിൽ നിന്ന് നരിയെന്ന് നരി ഈ മറി ഭൂമിയാണെന്നാം. എന്തായാലും വീണ്ടും കാണാം. താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.